ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയാലോ? മുട്ട വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്കിനിയിപ്പം ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ അതിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. ഞാൻ ഉണ്ണിയൊക്കെ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ അത് ഉണ്ണി കളയുകയല്ല ചെയ്യുന്നത്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ആ ഉണ്ണിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അവിടെ നിന്നനുസരിച്ച് അതിൻ്റെ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് വെള്ളം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടെ വീണ്ടും ആഡ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 മുട്ടയുടെ വെള്ളയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാനായിട്ട് വെക്കാം. ഞാനൊരു പാൻ ചൂടാൻ വെച്ച് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റാക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യാണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി നമുക്ക് ആ പച്ചമുളക് ഫുള്ളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ബാക്കി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കണം, ഞാനത് ഷൂട്ട് ചെയ്ത് കിട്ടിയില്ല. ഒരു കാരണവശാലും അത് വിട്ടു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഈ സവാള ഇപ്പോൾ ഇളക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളകാണ്. കുരുമുളക് പൊടിയേക്കാൾ നല്ലത് ചതച്ച കുരുമുളക് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നാരങ്ങാനീര് പിഴിഞ്ഞു കൊടുക്കണം എന്നില്ല കേട്ടോ. എനിക്കിവിടെ കുഴപ്പമില്ല, ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ സവാള ഒത്തിരി നേരം ഇട്ട് വാട്ടിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് സവാളയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അത്രയും മാത്രം നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫൈനൽ മിക്സിങ് ആണ്, അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നല്ലതുപോലെ ആ മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാം കൂടെ നല്ല പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതാ നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഞാനിവിടെ 2 സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഫുള്ള് ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മറ്റേ പീസ് എടുത്ത് സ്ലൈസ് എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കത്തി വെച്ച് നമുക്കത് നടുവേ ഒന്ന് മുറിക്കുകയാണെങ്കിൽ കഴിക്കാനും കുറച്ച് എളുപ്പമായിരിക്കും, കാണാനും ഒരു ഭംഗിയുണ്ടാവും. അതാ ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഞാനൊന്ന് കാണിക്കാം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ്. നമുക്ക് എന്തായാലും ഇനി കഴിച്ചും കൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലേ. ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ വെളുത്തുള്ളി ആ മസാല എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. സവോളയുടെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ സൂപ്പർ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ആ ഒരു എരിവ് എല്ലാം കറക്റ്റാണ്. എന്നാ നമ്മൾ ആ ഉണ്ണി അങ്ങനെ ഉടച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമിയാണെന്ന് ഇവിടെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക, നിർദ്ദേശങ്ങളുള്ളത് അത് അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.